ഈ വണ്ടിക്ക് എത്ര ക്യാഷ് ബാക്ക് പറഞ്ഞത്? 80 ലക്ഷം. ഓക്കെ. 2021 മോഡല് ടർബോ 1 ലിറ്റർ SX എന്നുള്ള വേരിയന്റ് ആണ്. ഫുൾ ലോൺ ക്യാഷ് ബാക്ക് സ്കീമാണ്. ലോണ് വേണ്ടവർക്ക് മാത്രം എടുത്താൽ മതി. പ്രോസസിംഗ് ഫീസ് ഇല്ലാതെ 3-4 വർഷത്തേക്ക് എക്സ്ട്രാ 1 ലക്ഷം രൂപ 50,000 രൂപ ഒക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാത്തവരിത് കള്ളത്തരാണ്, ഉടായ്പാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ലോൺ വേണ്ടവർ മാത്രമേ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ഇതിന് ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. നോക്കാം ഐറ്റം എങ്ങനെയാണ് ക്യാഷ് ബാക്ക് വരുന്നത്? 2018 എന്തായാലും 5 ലാഖ് ഒക്കെ കയറുന്നതാണ്. ഓക്കെ. വണ്ടിക്ക് റേറ്റ് വരുന്നത് 440. ഓക്കെ. 60,000 രൂപ ഹ്യുണ്ടായി ഐറ്റത്തിന്റെ മുകളിൽ ഉണ്ടാവും. ഓക്കെ. 410 വണ്ടിക്ക് 4.5 വരെ ലോൺ ചെയ്ത് 2017 ആണ്. 2017 സ്പോർട്സ് 410 റേറ്റ് 440 വരെ 40,000 രൂപ 40,000 ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. ഇതിന് 6.50 വരെ ഇതിന് ചെയ്യാം. ഓക്കെ. 60-70 റുപ്യന്റെ അടുത്ത് ക്യാഷ് ബാക്ക് വരുന്ന ഒരു വണ്ടിയാണത്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണത്? ഓട്ടോമാറ്റിക് i10 നിയോസ് ആണ്. പുതിയ വണ്ടി 840 വരുന്നുണ്ട്. 21 വണ്ടി. ഓക്കെ. 2017 i20 സ്പോർട്സ് പെട്രോൾ കമ്പനി സെല്ലുണ്ട് അല്ലേ? 4,60,000 5 വരെ ലോൺ കയറും. 40 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. ഓക്കെ. വെൻഡോ ഹൈലൈൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോൾ ലോൺ എത്ര? ലോണ് ഇതും നമുക്ക് എന്തായാലും ഒരു 5 വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. റേറ്റ് 50,000 ക്യാഷ് ബാക്ക് ഉണ്ടാവും. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ബാക്കിലുള്ള ആളെ കാണുന്നവരെ അറിയാം, സെക്കൻഡ് ചോയ്സിലാണ്. കൈക്ക് ചെറിയ പണിയിട്ടുണ്ട്. കുറെ പേർക്ക് ആശാന്റെ കൈ തല്ലി ഒടിച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് പറ്റിയാണ്, വേണമെങ്കിൽ ഇപ്പം ഇതിനോട് തന്നെ ചേർക്കുന്നുണ്ടാവും. മോമൊക്കെ വേറൊരു കാര്യമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മളൊരു ഗിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പിൽ ഹായും ബായും ഒന്നുമല്ല, സ്ക്രീൻഷോട്ടാണ് 2 പേജിന്റെ. ഇതാണ് സംഭവം. ഒന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും. നമ്മൾ ഇതിൽ വെച്ച നമ്പറാണ് 9447002041. അപ്പൊ അതില് ഒത്തിരി വാട്സപ്പില് എന്താ അറിയില്ല വന്നാല് വാട്സപ്പ് ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് അത്രയും റീപ്ലൈ പോയിട്ടായിരിക്കും. അതിൽ ഒരേ നമ്പറിലേക്ക് ഇത്രയും സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് റിക്കവറി എടുക്കാൻ പറ്റും. മെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് റെഡി ആവും. അപ്പൊ നമ്മൾ ഇതിന് പകരമായിട്ട് ഒരു നമ്പർ കൂടെ വെക്കുന്നുണ്ട്. അതിലേക്ക് ചെയ്യാം. ഈ അവസാനത്തെ നമ്പർ 51 നമ്മൾ വീഡിയോയിൽ വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്പർ 9447002051. നമ്മൾ 41 ആണ് ഇപ്പൊ സസ്പെൻഡ് ചെയ്തത്. 51 നമ്മൾ വീണ്ടും ഇതിൽ കണ്ടിന്യൂ. ആ നമ്പർ ഒന്നുകൂടി ഇതിന്റെ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ആ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്താൽ മതി. ഇതൊരു അയച്ചവരുണ്ടെങ്കിൽ ഇനി അയക്കണോ? ആയിട്ടുണ്ട്. നമുക്ക് ഇല്ലല്ലോ, അത് ഡാറ്റ കിട്ടൂല. അപ്പൊ ഇതുവരെ ചെയ്യാത്തവരടുത്ത് കാര്യം പറഞ്ഞുതരാം. ഫ്രീ ആയിട്ടൊരു മാരുതി 800 കൊടുക്കുന്നുണ്ട്. 2025 ഒരു പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. പക്ഷെ ഇതൊന്നും ഒന്ന് ഒരു 94 ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞത് ഓട്ടോഡോക്സിന്റെ പേജ് ഇൻസ്റ്റാഗ്രാം 50K, മോമോന്റെ സെക്കൻഡ് ചോയ്സിന്റെ 100K ഉണ്ട്. 41 ആയിട്ടേ ഉള്ളൂ. എത്തിയ കുഴപ്പമില്ല, കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ വീഡിയോ തോന്നുന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാറിന്റെ എഞ്ചിൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എഞ്ചിൻ ഇതാണ്. ഇതിനകത്തൊരു സാധനം മിസ്സിംഗ് ഉള്ളൂ. ഇവിടെ വരുന്ന ഒരു ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചല്ലേ? വേറൊരു വണ്ടി ചാർജ് കുറഞ്ഞിട്ട് കുത്തി പിടിക്കാൻ വേണ്ടി. ഓക്കെ. ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഓക്കെ. അപ്പോൾ എഞ്ചിനൊക്കെ ഉള്ള വണ്ടിയാണ്. പുതിയ ബാറ്ററി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓരോ വണ്ടികൾ പരിചയം. നമുക്ക് ഓഫറില്ലേ? സ്കീമില്ലേ? സ്കീമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിംഗ് ടു ദ വീഡിയോ. നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന 800 ഉണ്ട്. അടുത്ത 2006 മോഡൽ MPFI ആണ്. AC വർക്ക് ചെയ്യുന്ന 2006 മോഡൽ റിന്യൂവൽ എടുത്ത വണ്ടി. 71 NMCC എഞ്ചിനീയർക്ക് വരുന്നുണ്ട്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫീച്ചർ ആയിട്ട് നോക്കുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടായില്ല, പക്ഷേ AC വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? വണ്ടി പെർഫെക്റ്റ് വണ്ടിയെ കൊണ്ടാണ്. റൈറ്റ് പാർക്കിംഗ് സൈഡിലാണ്. കസ്റ്റമർ വണ്ടിയാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2008 മോഡൽ റിന്യൂവൽ എടുത്ത വണ്ടി. 90 രൂപയ്ക്ക് 2008 മോഡൽ സാൻഡ്രോ 2028 വരെ പേപ്പറുള്ള വണ്ടിയാണ്. GLS എന്നുള്ള ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ബാക്കിൽ ക്രോം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. KL 60 ആയിരിക്കും രജിസ്ട്രേഷൻ വരുന്നത്. കാഞ്ഞങ്ങാടാണ്. ഓക്കെ. വണ്ടി ലോക്കാണ്. ഇന്ത്യയിൽ അത്യാവശ്യം നീറ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. 1200 cc എഞ്ചിനാണ്. 1.15 റേറ്റ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ. 90 രൂപയ്ക്ക് നമ്മൾ ന്യൂ ഇയർ ഉള്ളിലേക്ക് തരാം. 2010 ഐറ്റം മാഗ്നയും 90 രൂപയ്ക്ക്. 2010 അല്ലേ ഐറ്റം മാഗ്ന എന്ന് പറയുന്നത്? IRD അല്ലേ എഞ്ചിൻ വരിക? ഏകദേശം ഒരു 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. IRD എഞ്ചിനിൽ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവും മാഗ്നേൻ്റെ അകത്ത്. കിലോമീറ്റർ എത്ര നോക്കാം? 90-500. ഓക്കെ.
നെക്സ്റ്റ് വരുന്നത് 2013 ഓൾട്ടോ LXi 14,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 8.4 1,70,000 രൂപയ്ക്ക്. LXi അല്ലേ? LXi LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവുന്നു? അത്ര തന്നെ ലോൺ ചെയ്തെടുക്കും. 1,70,000 അല്ലേ? 2013 വണ്ടിക്ക് സുഖമായിട്ട് കിട്ടും. 1,60. നല്ല ഫയലൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടോ? കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് 2014 വണ്ടി 1,80,000 രൂപയ്ക്ക്. 1.85 1,85,000 VXi. അത് VXi സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടിയോ? വണ്ടി ക്വാളിറ്റി ഉണ്ട്, ബോഡിക്ക് എന്തൊരു ഉണ്ട്. അത് റൈറ്റിലാണ് ഇട്ടത്. എഞ്ചിൻ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് അല്ല, 2 ഡോർ പവർ വിൻഡോസ് വരുള്ളൂ. VXi ആണ്. അപ്പം 800 cc ഏകദേശം 18, 20, 22 റേഞ്ചിലൊക്കെ മൈലേജ് വരുന്നുണ്ടാവും ഈ രണ്ട് വണ്ടികൾക്കും. അടുത്തത് നമുക്ക് വാഗ്നറാണ്. ഇത് ഓൾറെഡി പ്രപ്പോസൽ ഉണ്ട്. ഇത് ഒരു കസ്റ്റമർ ഹോൾഡ് ചെയ്തിട്ട് പോയതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2013 ഡിലൈറ്റ് പ്ലസ്. 13 ഡിലൈറ്റ് പ്ലസ് 1,50,000 രൂപയ്ക്ക്. അതൊക്കെ ചിലപ്പം 100% ലോൺ കയറും കേട്ടോ. ഓക്കെ. അതേ സമയത്ത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും ഡിലൈറ്റ്? ഡിലൈറ്റ് കിലോമീറ്റർ വരുന്നത് 76,000. 76,000 കിലോമീറ്റർ ആണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. പവർ വിൻഡോസ് വരുന്നില്ല ബേസ് മോഡലിൽ ഇയോണ്ടാത്ത്. 2012 വണ്ടി തരാം. 1.5 ലക്ഷം രൂപ. ഡിലൈറ്റ് തന്നെയാണോ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് തന്നെയായിരിക്കും. ഇത് രണ്ടും 800 cc അല്ലേ? 800 cc. ഓക്കെ. 800 cc നമ്മൾ മുന്നേ കണ്ട ഓൾട്ടോ 800 പോലെ തന്നെ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഏതാ? ലോൺ ഫുള്ള് കയറുന്നതാണ്. ഓക്കെ. അടുത്തത് 2012 മോഡൽ 11 മോഡൽ ഐറ്റം സ്പോർട്സ്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,30,000 രൂപയ്ക്ക്. 2011 ഐറ്റം സ്പോർട്സോ? 11 ഐറ്റം സ്പോർട്സ്. VT കാപ്പ എഞ്ചിൻ. കാപ്പ എഞ്ചിൻ ആയിരിക്കും. കുറച്ചുകൂടെ പവർ ഉണ്ടാവും, കുറച്ചുകൂടെ മൈലേജ് സിംഗിൾ ഓണർഷിപ്പ്. IRD-നേക്കാളും കൂടുതലുണ്ടാവും. കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഇതിന്? ഹിസ്റ്ററി ഇല്ല. ഒരു കുറച്ച് കിലോമീറ്റർ ബാക്കിൽ വരെ ഹിസ്റ്ററി ഉള്ളൂ. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? ഓക്കെ. റേറ്റ് 1.30. 1.35. 1.35 ലോണ് നെറ്റാണ്. വന്നിട്ട് ബാർഗൻ ചെയ്ത് ഞാൻ ഈ വീഡിയോയില് മാക്സിമം ഡിസ്കൗണ്ടിലാണ് ഇട്ടത്. റൈറ്റ് പുറത്തുനിന്നുള്ള റൈറ്റ് ഒക്കെ എടുത്തിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ അല്ല 1.35 2011 ഐറ്റം സ്പോർട്സ് അത്യാവശ്യം നല്ല റേറ്റ് ആണല്ലോ. അതിനും ഇടും, കമന്റിലിടും. വില കൂടുതലാണ്. കാര്യമില്ല. 2011 വണ്ടി തരാം 75 രൂപ. 2011 സ്പാർക്ക് 75 രൂപ. ഓക്കെ. LS LT ഏതാണ്? LS AC പോസ്റ്ററാണ്. 2 ഡോർ വിൻഡോ. മാനുവൽ PS ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് 1 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 2011 നല്ലത്. 11. ഓക്കെ. നോക്കടുത്ത് 2016 ഇയോൺ ഇറ പ്ലസ്. എത്രയ്ക്ക് വേണം? ഞാൻ 1.5 അറിയൂ. 1.45. 2 1.95 2016. ഓരോ സ്ഥലത്ത് വീഡിയോ എടുക്കുന്നില്ല. അവിടെ പോയി എടുക്കണം. 1,95,000 രൂപയ്ക്ക് 2016 ഇയോൺ ഇറ പ്ലസ് കേട്ടോ. ഓക്കെ. ലോൺ എത്ര കയറും? 2 രൂപ എന്തായാലും കയറുമല്ലോ. 2 രൂപയ്ക്ക് പുറത്ത് കയറും എന്തായാലും. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവും. 2018 മോഡൽ. ഓക്കെ. ഓട്ടോമാറ്റിക് ഐറ്റൻ ഗ്രാൻഡ്. മാഗ്ന അല്ലേ? മാഗ്ന AMT. മാഗ്ന AMT 1.2. 1.2 നോർമലി പെട്രോളിന് മൈലേജ് കിട്ടുന്നതിനേക്കാൾ 2 കിലോമീറ്ററിന് അടുത്ത് കുറവായിരിക്കും ഓട്ടോമാറ്റിക്കിന്. അതേ സമയത്ത് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാഗ്നയിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസ് ഉണ്ടാവും, എയർ ബാഗ് 2 വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിക്കും നമുക്ക്? 53,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്. 5.3. ഓക്കെ. റേറ്റ് എത്ര? നമ്മൾ ന്യൂ ഇയർ റേറ്റ് നമ്മൾ പഴയ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. 100% ലോണും ചെയ്തുതരാം. 4,40,000 ചെയ്തുതരാം. 4.40. പിന്നെയും കുറഞ്ഞുണ്ടോ? പിന്നെ കുറഞ്ഞു. ലോൺ പിന്നെ എത്ര കിട്ടുന്നുണ്ടോ ശരിക്കും? 4.45 ലക്ഷം വരെ നല്ല ഫയലാണെങ്കിൽ ചെയ്യാൻ പറ്റും. 5 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 4.40. ഓട്ടോമാറ്റിക് ഐറ്റൻ. 2018 മോഡൽ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2017 മോഡൽ ഐറ്റൻ മാഗ്ന. ഗ്രാൻഡിൽ തന്നെ മാഗ്ന എന്നുള്ള വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,500 കിലോമീറ്റർ. 2017 മോഡൽ. ഓക്കെ. ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഉള്ളതല്ലേ?
കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്പർ ഐഡിയ ഒന്നുമില്ല, വരുന്ന ആള് കമ്പനി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. മാഗ്നയിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളിൽ വ്യത്യാസം വരുന്ന മെയിനായിട്ട് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കിനെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ എയർ ബാഗ് 2 വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഗ്രാൻഡ് ഐറ്ററിന്റെ കാര്യങ്ങൾ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 4,10,000 4,10,000 2017 ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2021 ഓട്ടോമാറ്റിക് i10 ന്യൂസ് അല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് മാഗ്നയിൽ ഓട്ടോമാറ്റിക് ആണോ? മാഗ്നൽ ഓട്ടോമാറ്റിക്. പുതിയതിന് ഏകദേശം 870 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. 2023 റേറ്റ് ആണ്. മാഗ്നയിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. വണ്ടിക്ക് ഇതിന് റേറ്റ് തരാം നമുക്ക്. ഓൺ റോഡ് റേറ്റ് 870 ആണ്. 630 2021 വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് വാറന്റി ഉണ്ടാവില്ലേ? കമ്പനി വാറന്റി. ഓക്കെ. 3 വർഷത്തെ കമ്പനി വാറന്റി ഉണ്ടാവും. എക്സ്റ്റൻഡ് വാറന്റി ഉണ്ടാവും അതിന്? അത് ചെക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ടെസ്റ്റ് നമ്പർ വെച്ചിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ. ഇൻബിൽറ്റ് വാറന്റി തന്നെ വരുന്നതാണ്. 2021 മോഡൽ. ഓക്കെ. റേറ്റ് എത്രയെന്ന് പറഞ്ഞാൽ 6,30,000 തരും. 6,30,000 അമൗണ്ട് ലോൺ ചെയ്തിട്ടത്. ഓക്കെ. അതിന് മുകളിൽ കയറുമോ? കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 21 മാനുഫാക്ചറിങ്. ഓക്കെ. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. ഒരുപാട് ഓട്ടോമാറ്റിക്കിന്റെ കളക്ഷൻ നമ്മുടെ സ്റ്റോക്കിലുണ്ട്. 2017 മോഡൽ ഓട്ടോമാറ്റിക്. ഓക്കെ. XT, XM, XZ ഏതാ വേരിയന്റ് ഏതാ നമുക്ക്? XM അല്ല, XZ എന്ന് ബാഡ്ജ്. XZ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ XZ പ്ലസിന് തൊട്ട് താഴെ വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്ററിന്റെ ഓടിയുണ്ട്. മോഡല് 2017 ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 2 എയർ ബാഗ്. ഇത്രയാണ് ബേസിക് ഫീച്ചേഴ്സ് ഉണ്ടാവുന്നത്. 4,55,000 അത്ര തന്നെ ലോൺ ചെയ്യാം. ഓക്കെ. നമ്മൾ മുന്നേ പണ്ട 2 വണ്ടികൾക്കും ഓട്ടോമാറ്റിക്കലി ഏകദേശം 13 റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് ടിയാഗോനും 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. റിവോട്രോൺ എഞ്ചിനാണ്, അതിനും 13 തന്നെ മൈലേജ്. ഒക്കെ കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. ഓക്കെ. അടുത്ത ഫുൾ എമൗണ്ട് കയറുന്ന വണ്ടികൾ 2016 മോഡൽ ആസ്പെയർ. ഫോർഡിന്റെ ഫിയസ്റ്റ ആണ്. 2016. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ടൈറ്റാനിയം. ഇതിന് 2 എയർ ബാഗ് അല്ലേ വരുള്ളൂ ടൈറ്റാനിയത്തിൽ? എക്കോസ്പോർട്ട് അല്ല, 6 വരുന്നു. ഓക്കെ. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 2 എയർ ബാഗ്. അതേപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് LIVs കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് റേറ്റ് കുറച്ചിട്ട് പോവുക. 3,30,000. 2016 ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പനി സർവീസ് ഉള്ള. ഓക്കെ. 3,30,000 അല്ലേ? ഡീസലാണ്. 16 വണ്ടി. ഓക്കെ. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഇനി സ്പെയറിന്റെ കാര്യങ്ങൾ ഇപ്പം നിലവിൽ പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള പ്ലാന്റ് ഒക്കെ വിൽക്കുന്നതിന്റെ കരാർ റദ്ദ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വീണ്ടും ഫോർഡ് ഫിയസ്റ്റ തന്നെ. ടൈറ്റാനിയം 18 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫേസ് ലിഫ്റ്റിൽ ആസ്റ്റൺ മാർട്ടിൻ ഗ്രില്ല് വരുന്ന ടൈപ്പാണ്. OE എല്ലാ വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതും ടൈറ്റാനിയം തന്നെയാ. ഡീസലിന് 1.5 ലിറ്റർ TDC എഞ്ചിനിലേക്ക് വരുന്നേരം എങ്ങനെയാലും 18, 20, 22 ഒക്കെ മൈലേജ് കിട്ടും. അതെ. ഇതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. 1,25,000. 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതെല്ലാം തന്നെ വരുന്നുണ്ടാവും. ഇതിനും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ബേസിക് ഫീച്ചേഴ്സ് എത്ര പറയുന്നുള്ളൂ. 2018. ഇത് 2 വണ്ടികൾക്കും ഫുൾ ലോൺ തന്നെ കയറുന്നുണ്ടാവും അല്ലേ? 3,30, 4,25. ഓക്കെ. ഡീസൽ അല്ലേ ഇത്? CRDIന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും. ഗ്രാൻഡ് ഐറ്ററിൽ വരുന്ന സെയിം 24 താഴെയായിട്ട്. ഇത് വേരിയന്റ് വരുന്ന ആസ്റ്റയാണോ? സോറി, ഇതിലേക്ക് എസ് ഓപ്ഷൻ ആയിരുന്ന ഫുൾ ഓപ്ഷൻ ആണ്. OE എല്ലാ വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ വണ്ടികൾക്കൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ളതാണ്. ഇത് കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടാവോ? 1,09,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ.
3,25,000 ഒരു വാഗ്നർ റേറ്റ് വരുന്നുള്ളൂ. ഡീസലും മൈലേജുള്ള കമ്പനി സർവീസ് ഉള്ളതാണ്. അപ്പോൾ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഇതിന് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? 2015 ആണ്. ഫുള്ള് ലോൺ കിട്ടിയത്. ഓക്കെ. റേറ്റ് 3,25. ഓക്കെ. അതിന് മുകളിൽ കയറൂല്ലേ ഡീസലിലേക്ക് വരുന്നവരോ? ഫുൾ ഓപ്ഷൻ അല്ലേ? 18 സെയിം ആക്സിഡന്റിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ചില കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി 2018 സിംഗിൾ ഓൺഷിപ്പ് 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതാ? എസ് ആണോ എസ് എക്സ് ആണോ? എസ് എക്സ് ആയിരിക്കും മിക്കവാറും അല്ലേ? ഓക്കെ. വരുന്നുണ്ട്. എയർ ബാഗ് 2 എണ്ണം വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, ബോർഡർ വിൻഡോസ്. എസ് ഓപ്ഷനിലേക്ക് വരുന്നേരം നമുക്ക് എല്ലാ വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതും ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് 20 മുകളിലുണ്ടാവും. അല്ല, കുറഞ്ഞു ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് 57,000 കിലോമീറ്റർ. നമുക്ക് ടാക്സി പെർമിറ്റിലും ഇതിലൊക്കെ സാധാരണ ലോ കിലോമീറ്റർ ഇത് കാണാറില്ല. അതെ, വണ്ടി അത്രയും നീറ്റാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റുണ്ട്. അടുത്തത് ആക്സിഡന്റിന് പെട്രോൾ 3 lakhന്റെ താഴാക്കി തരാം. 2,95,000 2014 മോഡൽ ആക്സിഡന്റ് പെട്രോൾ. ആകെ 46,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് വേരിയന്റ് ഏതാ നമുക്ക് വരുന്നത്? ഇത് എസ് ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പെട്രോൾ ആണ്. കിലോമീറ്റർ കുറവാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? 50ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 46,000 ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, ബോർഡർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ടല്ലോ. 2013 മോഡല് ഹോണ്ട എമേഴ്സ് ഡീസൽ വണ്ടി. അതും ചെറിയ വില. കിലോമീറ്റർ എത്ര ഓടിക്കുന്നു നമുക്ക്? കിലോമീറ്റർ 1 lakh ഒക്കെ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് തേർഡ്. കമ്പനി ഹിസ്റ്ററിലാണോ? സർവീസുള്ള വണ്ടി. SMT എന്നുള്ള വേരിയന്റ് ആണ്. എസ് മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ. ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും, എയർ ബാഗ് വരുന്നുണ്ടാവില്ല എസ്സിൽ അല്ലേ? നോക്കാം. എയർ ബാഗ് വരില്ല എസ്സിൽ. പക്ഷെ എന്നാലും 20ന്റെ പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റേറ്റ് എത്ര? 100% ലോൺ ചെയ്തരാം. അതിന് മുകളിൽ ലോൺ കയറില്ലേ? ഓക്കെ. അടുത്ത വെന്റോ 2016 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. കംഫർട്ട്, ട്രെൻഡ്, ഹൈ ഏത് ലൈനാണ്? ഹൈലൈൻ ആണ്. ഡീസൽ ഹൈലൈൻ വണ്ടി 2014 ആണോ 16 ആണോ? 16 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2016. അതും മാനുവൽ ആണ്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ സർവീസിലാണ്. കമ്പനി സർവീസ് 1 ലക്ഷം ചെയ്തതാണ്. ഓക്കെ. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫോർഡർ വാറന്റീസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ വീൽസ് ഉണ്ടാവും. ഫാൻസി നമ്പറാണ്. ഓക്കെ. ഇത് 4,99,000. 5 ലക്ഷം തന്നെ. അതിന് മുകളിൽ ലോണും കയറുന്നുണ്ടോ? അത്യാവശ്യം 2016 ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ലോൺ കയറും. കാണിക്കുന്ന മാക്സിമം വണ്ടിയിലും ലോൺ കയറുന്ന വണ്ടികളാണ്. ഓക്കെ. അടുത്ത് നമ്മള് ഇതിന്റെ റൈറ്റ് ഒക്കെ ഒന്ന് വരുന്ന ആള് ജസ്റ്റ് നോക്കുക. ഞാൻ റൈറ്റ് നെറ്റ് ആക്കി തരാം. 4,85,000 2020 മോഡല് വാഗ്നർ VXI ന്യൂ മോഡല് 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 1 ലിറ്റർ VXI ആണ്. 1 ലിറ്റർ വണ്ടി. കമ്പനി വാറണ്ടി 2023 വരെ ഉണ്ടാവും. കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എക്സ്റ്റൻഡ് അത് ചെക്ക് ചെയ്തിട്ടില്ല. ചേസ് നമ്പറിൽ എൻഡോസ്മെന്റ് ആണെന്നുള്ള അറിയാം. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ബോർഡർ വിൻഡോസ്, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. 32,000 കിലോമീറ്റർ നമുക്ക് പറഞ്ഞത്. 32 ഓടിയ സിംഗിൾ ഓൺഷിപ്പ് 4,55,000. ഓക്കെ. 2 എയർ ബാഗ് ഉണ്ടാവില്ലേ? ഒരു എയർ ബാഗ് കാണുന്നുള്ളൂ. ഓക്കെ. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ക്രോം ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. റേറ്റ് 4,85 2020 മോഡൽ വാഗണാർ ന്യൂ മോഡൽ കേട്ടോ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് 2021 ZXi. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.2 ലിറ്റർ ആണ്. ഇത് നമ്മൾ റൈറ്റ് നെക്റ്റ് ആയിട്ട് തരാം. 5,85,000 തരാം. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ള ഒരു വണ്ടിയാണ്. ഓക്കെ. ഇൻബിൽറ്റ് വാറണ്ടി ഉള്ള വണ്ടി. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ടതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ZXi അന്നേരം
ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസും അതേപോലെ തന്നെ 2 എയർ ബാഗും വരുന്നുണ്ടാവും. അതേ സമയത്ത് എല്ലോ വീൽസ് ആയിരിക്കും ടയേഴ്സിൽ വരുന്നുണ്ടാവുക. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, പുതിയ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിന് റേറ്റ് 5.85 അതന്നെ ഫുൾ ലോൺ കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് 2015 മോഡൽ വാഗണർ VXI സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 85,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. നീറ്റ് വണ്ടി. കൊല്ലം 2015 മോഡൽ 15 ആണ്. 15 വാഗണർ VXI ആണ്. VXI അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, 3,35,000 കൊടുക്കാം. 285 290 വരെ ലോണും ചെയ്തുതരാം. ഓക്കെ, AC പോർഷൻ 4 ഡോർസ് മാത്രമേ വരുന്നുള്ളൂ. 2015 എയർ ബാഗ് ഇല്ല. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അടുത്ത് 2016 മോഡൽ സ്റ്റിംഗ്രേ VXI ഓട്ടോമാറ്റിക് ആണ്. സ്റ്റിംഗ്രേ എന്ന് പറയുന്നത് നമ്മളെ വാഗണാറിന്റെ സെയിം K സീരീസ് എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവും. ആകെ ക്രോമിന്റെ കുറച്ച് അതിപ്രസർ ഉണ്ടാവും. അതേപോലെ തന്നെ ബോഡിയിലേക്ക് നോക്കുന്നവരെ എല്ലോ വീൽസ് സുസുക്കിൻ്റെത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ടാവില്ല. പക്ഷേ ഹെഡ് ലാമ്പിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ക്രോമിൻ്റെ ആയിട്ടുള്ള അതിപ്രസർ. നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയുണ്ടത്? 68,000 കിലോമീറ്റർ ഓടി. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓട്ടോമാറ്റിക് വാഗണർ സ്റ്റിംഗ്രേ K സീരീസ് ആണ്. ഇന്റീരിയർ ചെറുതായിട്ട് റീഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ AC പോർഷനും 4 പവർ വിൻഡോസ് തന്നെയായിരിക്കും. K സീരീസിൽ AMT ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നത്. ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പിന്നെ റേറ്റ് എത്ര? 415 മോഡല് 2016 സ്റ്റിംഗ്രേ K സീരീസ് ഓട്ടോമാറ്റിക്. നെക്സ്റ്റ് വരുന്നത് 2017 മോഡൽ i20 സ്പോർട്സ് ഡീസൽ പെട്രോൾ. i20 സ്പോർട്സ് പെട്രോൾ. കിലോമീറ്റർ 1,00,000 1,00,000 പുറത്ത് ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. 4,60,000 കൊടുക്കാം. അത്ര തന്നെ ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ മാക്സിമം വൈക്കിലോ ഫുൾ എമൗണ്ട് ലോണിൽ കയറുന്ന റേറ്റിലേക്കാണ് നമ്മൾ മാക്സിമം എത്തിക്കുന്നത്. ഓക്കെ, 2017 സ്പോർട്സിന് ശരിക്കും പറഞ്ഞാൽ 5,00,000 അടുത്തൊക്കെ ലോൺ കിട്ടുമല്ലോ. 5 ലാഖിന് പറഞ്ഞോളൂ. 5 എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, AC പോർഷന് പുതിയ ടയർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഓടിട്ടില്ല. ഓക്കെ, AC പോർഷന് 4 പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് ബാഗ് 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇത്രയായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. 2017 എലൈറ്റ് സ്പോർട്സ് പെട്രോളിൽ വരുന്നതായിരുന്നു. നമുക്ക് എല്ലാ വീൽസ് വരൂലേ? ആസ്റ്റൽ മാത്രമേ ഉള്ളൂ, ഇനി സ്പോർട്സിൽ വരില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് 18 ആണ്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ വാഗണർ VXI 415 2018 മോഡൽ വാഗണാർ VXI. ഓണർഷിപ്പ് എത്ര നോക്കാം? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? ഇന്റീരിയർ എന്താ അവസ്ഥ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 4,00,000 അടുത്ത് തന്നെ ആയിട്ട് ലോണും കയറുന്നുണ്ടാവും. 3,900 വരെ ലോൺ ചെയ്തിടാം. ഓക്കെ, അടുത്തത് 2013 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ i20 ഡീസലാണ്. സ്പോർട്സ് ഡീസൽ സ്പോർട്സ് 95 രൂപയ്ക്ക് 2013 ഡീസൽ തരാം. റേറ്റ് എത്ര? 295 2013 ഡീസൽ. ഓക്കെ, എക്സ്റ്റീരിയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വീൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇന്റീരിയറിൽ വരുന്നത് നമുക്ക് 4 പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും. ഒരു എയർ ബാഗ് വരുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കില്ല, കീ സ്റ്റാർട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. കിലോമീറ്റർ 1 ലാഖ് ഓടിയാൽ നോക്കാം. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? 18-20 റേഞ്ചിൽ CRD എഞ്ചിൽ മൈലേജ് ഉണ്ട്. 2013 3 വണ്ടി സ്റ്റോക്കിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2016 മോഡൽ ഡെൽറ്റ ബലീനോ ഡെൽറ്റ 2016 ഡെൽറ്റ കിലോമീറ്റർ പെട്രോൾ ഉണ്ട്. 65 ഓടിയിട്ടുള്ളൂ. പെട്രോൾ വേരിയന്റ്. KL 18 ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ്. ശരി, ഇതൊക്കെ 5,45 നമുക്ക് മാക്സിമം ലോൺ എടുക്കാം. നമ്മളെ ബ്ലൂ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതൊക്കെ 5,85,000 ലോൺ കയറിയത്. എടുത്ത ആൾക്കറിയാം. അവർക്ക് DD വന്നത് 5,85,000 ലോൺ കയറിയിട്ടുണ്ട്. വണ്ടിക്ക് എത്ര? 5,45. ഇതിന്റെ കൂടെ വണ്ടി 5,40,000 വണ്ടി. ഓക്കെ, അത് പക്ഷേ ഡെൽറ്റ അല്ലേ? സീറ്റാണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും. പിന്നെ 18-20 റേഞ്ചിൽ പെട്രോളിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ബലേനോ ആണ്. അതേസമയത്ത് ഇതിന്റെ റേറ്റ് എത്രയാണ്? 5,45. ഓക്കെ, 2016 ഡെൽറ്റയ്ക്ക്. അതേസമയത്ത് ലോണ് നമുക്ക്
മാക്സിമം ചെയ്യാം. എന്തായാലും 5 lakh കൺഫേം ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും കഴിഞ്ഞ 2 വീഡിയോന്റെ മുന്നിലും കാണിച്ച പോലെ തന്നെ ഇതിന്റെ അകത്തും മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ കാണിച്ചു തരാം. അത് വാല്യുവേഷന്റെ ടീമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് തന്നെ കറക്റ്റ് റേറ്റിന്റെ എമൗണ്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരും. ഡെൽറ്റ അതേ റേറ്റിൽ തന്നെ തരാം. 2018 ഡെൽറ്റ 5,40,000 കിലോമീറ്റർ എത്ര നമുക്ക് 1 lakh അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? വണ്ടിയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ. ഇതും ഡെൽറ്റ തന്നെയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ 4 വിൻഡോസ് ഉണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും, 2 എയർ ബാഗ് വരുന്നുണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സീറ്റയിൽ ആൽഫയിലായിരിക്കും നമുക്ക് എല്ലാ വീൽസ് കാണുന്നുണ്ടാവുക. ഓക്കെ, 18-20 റേഞ്ച് തന്നെ പെട്രോൾ മൈലേജ് കിട്ടുന്നുണ്ടാവും. അടുത്തത് i20 2017 മോഡൽ i20 പെട്രോൾ. ഓക്കെ, ആസ്ട്ര സ്പോർട്സ് മാഗ്ന. പ്രത്യേകത പറഞ്ഞാൽ ആകെ 20,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. എത്ര? 20,000. 20? 20. ഓക്കെ, വേരിയന്റ് പറഞ്ഞിട്ടില്ല. മാഗ്നയാണോ? ഇറയാണ്. 2018 ഇറ i20 പെട്രോള്. പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലേ മുപ്പരി? ആകെ ഓടിയിട്ടുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും ഫീച്ചറായിട്ട് i20 വരുന്നുണ്ടാവുക. 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. 2018 അല്ലേ? 2017 പെട്രോള്. ലോണ് 4.5. ഓക്കെ, ഈ വണ്ടിക്ക് എത്ര ക്യാഷ് ബാക്ക് പറഞ്ഞത്? 80 ലക്ഷം. 80,000 രൂപ ക്യാഷ് ബാക്കിൽ തരാം. ഓക്കെ, 2021 മോഡല് ടർബോ 1 ലിറ്റർ SX എന്നുള്ള വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പുതിയ വണ്ടിക്ക് റേറ്റ് 12.5 മുകളിൽ വരുന്നുണ്ടല്ലേ? 12.80 അടുത്തുണ്ട്. ഓക്കെ, ടർബോ എഞ്ചിൻ 1 ലിറ്റർ ടർബോ പെട്രോൾ SX. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം തന്നെ വരുന്നുണ്ടാവും. നമുക്കതിപ്പോൾ നിലവിൽ കമ്പനി വാറന്റി ഉള്ള വണ്ടിയല്ലേ? അതായത് 2021 വണ്ടി വന്നാൽ 2024 വരെ വാറന്റി ഉണ്ടാവും. ഓക്കെ, 8,65,000 രൂപയ്ക്ക് നെറ്റ് റേറ്റിൽ. ഓക്കെ, ഇതിന് ലോണ് 9.25 കിട്ടുന്നുണ്ടാവും അല്ലേ? 9.25 വരെ നമ്മൾ കൊടുത്തിട്ട് ID വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത് 2016 മോഡല് ഹോണ്ടന്റെ BRV പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? വണ്ടിയാണ്. S ആണ് വേരിയന്റ് വരുന്നത്. SMT. ഇതേ വണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു. അതെ, അത് നമ്മളൊരു കുറ്റിപ്പുറത്തേക്ക് ഒരു കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പൊ ഇത് വേറെ ആളാ? ഇത് വേറെ. ഓക്കെ, ഡെലിവറി ആയ വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ ഇതിൽ 63,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. വണ്ടി. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടോ, 2 എയർ ബാഗ് വരുന്നുണ്ടോ. ഇത്രയ്ക്കാക്കി BRV S വേരിയന്റിൽ, SMT എന്നുള്ള വേരിയന്റിൽ വരുന്നുണ്ടാവുക. അത്യാവശ്യം നല്ലപോലെ ലെഗ് സ്പേസ് ഉണ്ട്. പെട്രോളിൽ ഡീസന്റ് ആയിട്ട് ഒരു 13-15 താഴെയായിട്ട് നമുക്ക് ഹോണ്ടന്റെ 1.5 ലിറ്റർ എഞ്ചിനല്ലേ വരുന്നുണ്ടാവുക അതിൽ? 1.5 ആണോ? അപ്പോൾ 1.5 മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് ലോൺ എത്ര കിട്ടുന്നുണ്ട്? നോക്കാം. ലോൺ നമുക്ക് 5 lakh എബോവ് ചെയ്ത് കൊടുക്കാം. നല്ല 5 lakh ആണെന്നുണ്ടെങ്കിൽ 5-5.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതേ സമയത്ത് റേറ്റ് എത്രയാണ്? 5,50,000, 5.5 ലക്ഷം രൂപയ്ക്ക് BRV റൈറ്റ് ഒക്കെ നോക്കിയിട്ട് തന്നെ വരിക. ഫുൾ ലോൺ തന്നെ. അവര് ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ റൈറ്റ് ആയിട്ട് 1 lakh ഡിഫറൻസ് ഉണ്ട്. നേരെ വന്ന് വണ്ടി എടുക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കിറ്റ് കാണിക്കണം. നല്ല വണ്ടിയാണ്. 12 ഓടിയിട്ടുള്ളൂ. വില ഉണ്ട്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വില ഭയങ്കര കൂടുതലാണോ കുറച്ച് കൂടുതലാണോ? 1 ലിറ്റർ 2016 വണ്ടി, ക്വാളിറ്റി വണ്ടി. 240, 250 നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. 2-നും 1,900 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 800 cc ആയിരുന്നു മുന്നേ കൊടുത്തത്. 1 ലിറ്റർ 2,60,000 RXT എന്നുള്ള ഓപ്ഷൻ തരാം. RXT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 1 ലിറ്റർ ആവുന്നതിനെ കൊണ്ട് തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഇല്ല, സോറി, ഒരു എയർ ബാഗ് വരുന്നുണ്ടാവും. RXT കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 60,000 രൂപയ്ക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വാങ്ങാം. ഓക്കെ, അതേ സമയത്ത് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഇതിനൊരു 2,10,000 ലോൺ കയറുന്ന ഒരു വണ്ടിയാണ്. 16 മോഡല്. ശരി,
2016 മോഡൽ മാഗ്ന പ്ലസ് ഇയോൺ. സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 72,000 കിലോമീറ്റർ ഓടിയ ഇയോൺ മാഗ്ന പ്ലസ്. ഓക്കെ, 2.25 ചെയ്തുതരാം. 2 ലക്ഷം രൂപ ലോണും ചെയ്തു. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. മാഗ്നയിലല്ലേ കമ്പനി? മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസിന്റെ അകത്തല്ലേ കമ്പനി സ്റ്റിയറിംഗ് വരിക? സ്റ്റിയറിംഗ് അല്ല, ഇൻബിൽഡ് സെറ്റ് കമ്പനി. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും? 72,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി ഹിസ്റ്ററിയും ഉണ്ട്. വണ്ടി 2,21,000 രൂപയ്ക്ക് രണ്ടുപേരെ മാക്സിമം ലോണും ചെയ്തു. ഓക്കെ, 2,215 ലോൺ. 2017 മോഡല് കേട്ടൻ ഓട്ടോമാറ്റിക് 3,40,000 രൂപയ്ക്ക്. 2017 മോഡല് ഓട്ടോമാറ്റിക് VX. ഓക്കെ, 3,45. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 58,000. തേർഡ് ഓണർഷിപ്പ് കിട്ടും. K സീരീസ് എന്ന് പറയുന്ന നേരം 1000cc, കേട്ടെന്ന് പറയുന്ന നേരം 1000cc എഞ്ചിനായിരിക്കും വരുന്നത്. ട്രാൻസ്മിഷൻ ഒരു AMT ആയിരിക്കും. ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ലോൺ എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ? എന്തായാലും നമുക്ക് ആ ഒരു എമൗണ്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3,40,000 ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ അല്ലേ? ഓക്കെ, നോക്കടുത്ത് 2017 മോഡല് ബ്രസ വീഡിയോ ഡീസൽ 1,10,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററിംഗ് ഉള്ള വണ്ടിയാണ്. 2017 മോഡല് 6,70,000. ഇത് VDI ഓപ്ഷൻ അല്ലേ വരിക? VDI ആണ്. OE എല്ലാ വീൽസ് വരുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 2 എയർ ബാഗ്, ഒരു എയർ ബാഗ് വരുന്നുണ്ടോ? ഓക്കെ, 6,70,000 രൂപയ്ക്ക് കേട്ടോ. 6,75 2017 VDI. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ളതാണ്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? എന്തായാലും ഇതിനൊരു 6.5 വരെ നല്ല പൈലക്കാണ് ചെയ്തത്. ഓക്കെ, മോഡല് SV ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് 46,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? 2016 ആണോ 17 ആണോ? 2017 KL 46 രജിസ്ട്രേഷൻ ആണ്. ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ചെറുതായിട്ട് സ്കേർട്സ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. അതേപോലെ തന്നെ ബാക്ക് സ്പോയിലർ ചെയ്തിട്ടുണ്ട്. വണ്ടി ഡ്യുവൽ ടോണിലേക്ക് മുകളിൽ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്തിട്ടുണ്ട്. ബമ്പർ ലിപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയൊരു എല്ലായിടത്തും ബ്ലാക്ക് ചെറിയ ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബോണറ്റിന് മുകളിൽ 2 സൈഡിൽ ഹുഡ് കൊടുത്തിട്ടുണ്ട്. MBD ഞാൻ ഉത്തരവാദിയല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. SV എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് V എന്നുള്ളതിന് തൊട്ട് താഴെയാണ്. ഏകദേശം മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ മിഡിൽ ഓപ്ഷന് മുകളിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ സൈഡിൽ എക്സ്ട്രാ സൈഡ് സ്കേർട്ടിങ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാം കൂടെ അത്യാവശ്യം നല്ല ലുക്ക് ആയിട്ടുണ്ട്. അടിപൊളി മോഡിഫിക്കേഷനാണ്, അലമ്പായിട്ടില്ല. അല്ല, ഒറ്റ മിനിറ്റ് റേറ്റ് പറഞ്ഞില്ല. 7,99,000 രൂപ. കിലോമീറ്റർ ലോ കിലോമീറ്ററിനല്ലേ? നോക്കിയാൽ മതി. നമ്പർ 46D 6006. ഓക്കെ, അടുത്തത് 13 ഡീസൽ i20 തേർഡ് ഓണർഷിപ്പ് ഫ്ലൂയിഡിക്ക് ഒരു 2,90,000 രൂപയ്ക്ക് വണ്ടി തരാം. സെയിം മോഡൽ തന്നെയാണ്. ഇതിന്റെ അടുത്തുള്ള വണ്ടി സെയിം പ്രൈസിൽ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. i20 മാഗ്നേന്റെ അകത്ത്. അടുത്തത് സെയിം തന്നെയാ. ഇയർ തന്നെയാണ്. 2013 മാഗ്ന കിലോമീറ്റർ ഡീസലാണ്. 1,20,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, KL 60 രജിസ്ട്രേഷൻ ആണ്. ഫ്ലൂയിഡിക് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് തന്നെയായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 2 സെയിം സ്പെക്കാണ്. സെറ്റ്. നമുക്ക് അടുത്ത് നെക്സ്റ്റ് വരുന്നത് വെർണ 2012 മോഡൽ വെർണ. 8J LOS ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇത് S ആണോ SX ആണോ? S ആണ്. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ടോ? 12 മോഡൽ ഡീസൽ അലോയ്സ് എക്സ്ട്രാ ചെയ്ത വണ്ടി ഡീസലാണ്. ഓക്കെ, ബ്ലാക്ക് തന്നെ കൊണ്ടാണ്. 3.5 ലക്ഷം രൂപയ്ക്ക് തന്നെ പെട്രോളും തരാം. ഇതിന് 3.5 അല്ലേ? അതിന് 3.5 ആണ്. 3.25 തന്നെ ലോണ് കയറുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ലോണ് കയറുന്ന വണ്ടിയാണ്. 3.5 ലക്ഷം രൂപയ്ക്ക് തരാം. ഓക്കെ, പെട്രോൾ 2013 SX ഓപ്ഷനിലും 3.5 ലക്ഷം രൂപയ്ക്ക് തരാം. ഓക്കെ, ഇത് S ആണ്, ഇത് SX ആണ്. കമ്പനി എല്ലാ വീൽസ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റെയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട്. അതേപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. പെട്രോൾ ഏകദേശം
വെർണയിലേക്ക് വരുന്നേരം 13 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് ഡീസലിലേക്ക് ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നമുക്ക് ഇത് 4,85,000 രൂപയ്ക്ക് 2014 മോഡൽ SX ഓപ്ഷനിൽ എലാൻഡ്ര ഓട്ടോമാറ്റിക് ഡീസലാണ്. 15 മൈലേജ് ഉണ്ടോ? അതിന് മുകളിലുണ്ട് 17-18 മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട്. ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഇതന്നെ ഉണ്ടാവുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? നെക്സോൺ ഉണ്ട്, പക്ഷേ സെഡാൻ അല്ലെന്നേ ഉള്ളൂ. ഉണ്ടാക്കി പൊതുവെ ഓട്ടോമാറ്റിക്കിലൊക്കെ മൈലേജ് കുറവാണ്. മൈലേജ് കുറവാണ്. ക്രെറ്റയ്ക്ക് ഏകദേശം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉപയോഗിച്ച വണ്ടിയാണ്. ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. ഓക്കെ. ഇതിന് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ഇതിന് ലോൺ 4 ലക്ഷം വരെ ലോൺ ചെയ്തു. ഓക്കെ. 35 രൂപ ഉണ്ടെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയുള്ള ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഓക്കെ. ഓക്കെ. കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സെക്കൻഡ് ചോയ്സിലുള്ള സ്റ്റോക്കിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ 30-ന്. ഈ ആഴ്ചയിൽ ശനിയാഴ്ച. രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കും അതിൽ ഹിയറിംഗ് ഉണ്ട്. പുറത്തുള്ള 10 ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് വേണ്ടി നമ്മളെ ബ്രാൻഡായ മാരുതി വരുന്നുണ്ട്, കിയ വരുന്നുണ്ട്, സ്കോഡന്റെ ഷോറൂം വരുന്നുണ്ട്, ഷോറൂം ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക്, ജോലി നോക്കുന്ന ആൾക്കാർക്ക്, ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അതിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ കമ്മീഷനോ ഒന്നുമില്ല, ഫ്രീ ആണ്. നമ്മൾ അന്ന് 10 മണി മുതൽ ഇവിടെ ഡിസംബർ 30-ന് ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച. ഓക്കെ. അതിൻ്റെ നമ്പർ അത് കൊടുക്കണ്ടോ? അതിലൊരു HR നമ്പർ വെക്കുന്നുണ്ട്. ഓക്കെ, HR നമ്പറോട് കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ CV അയച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ HR നമ്പറിലേക്ക് ദയവേത് വിളിച്ചിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കരുത്. HR ആണ്, ആൾക്ക് വണ്ടിയെ പറ്റി ഒന്നും പറയണ്ടാവില്ല. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് സെക്കൻഡ് ചോയ്സിൻ്റെ എത്ര എക്സിക്യൂട്ടീവ് ഉണ്ട് ഇപ്പോൾ ഇവിടെ? സാധാരണ നമ്മളും ഇതിലേക്ക് സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ. RF-ന്റെ ആൾക്കാരെ നോക്കുന്നുണ്ട്, നമ്മൾ CR-നെ നോക്കുന്നുണ്ട്. ലേഡീസിലൊക്കെ ടെലികോളിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടെങ്കിൽ നമ്മൾ അത് ഹിയറിംഗ് ഉണ്ട്. ഓക്കെ. അല്ല, മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? നമ്പർ കൊടുക്കാൻ? ഇപ്പോൾ 4 നമ്പർ ഉണ്ട്. ഓക്കെ, 4 നമ്പർ ഉണ്ട്. 4 നമ്പർ വിളിച്ചിട്ടില്ല, നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? നമ്മൾ ന്യൂ ഇയർ വരെയുള്ള റേറ്റാണ്, സ്പെഷ്യൽ റേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണും വരെ അബി സൈനിങ് ഓഫ്. Adiós.